ഫേസ് വാഷ് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാറാണ് പതിവ്. എന്നാൽ ഇനി നമുക്ക് ഫേസ് വാഷ് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം, അതും തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫേസ് വാഷ് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നും പരിചയപ്പെടാം. മഞ്ഞൾ, റോസ് വാട്ടർ, ആലോവേര ജെൽ, തേൻ, മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ്. അപ്പോൾ ഇനി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 2 സ്പൂണോളം കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറ്റാർവാഴ ജെല്ല് നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എന്തെങ്കിലും പെയിനോ സ്വെല്ലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊളാജൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചർമ്മത്തിൽ എന്തെങ്കിലും സ്ട്രെച്ച് മാർക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ ഡീപ്പായി ഹൈഡ്രേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കറ്റാർവാഴ ജെല്ല്. അപ്പോൾ കറ്റാർവാഴ ജെല്ല് നമ്മൾ എടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേനാണ്. 1 ടീസ്പൂൺ അളവിന് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേൻ നമ്മുടെ ചർമ്മത്തിനെ നന്നായിട്ട് ഓയിലി ആക്കാത്ത രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യും. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിസെപ്റ്റിക് എബിലിറ്റീസ് ഉണ്ട്. ഇത് ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. ആക്നെ പ്രിവെന്റ് ചെയ്യാനായിട്ടും ആക്നെ ഉണ്ടെങ്കിൽ അതിനെതിരെയും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 സ്പൂൺ നിറയെ റോസ് വാട്ടർ ആണ്. റോസ് വാട്ടറിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ പണ്ട് കാലം മുതൽക്കേ റോസ് വാട്ടർ സ്കിൻ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിൽ റെഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് റോസ് വാട്ടർ. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നല്ല ഒരു പാകത്തിനാക്കി എടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസി ആകും. കുറച്ച് ജെല്ലായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞളാണ്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആക്നെ ഉണ്ടെങ്കിൽ അതും, അതിൻ്റെ സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറാനായിട്ട് സഹായിക്കും. ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ക്വാളിറ്റീസ് നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങളെ ഒന്ന് ശാന്തമാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കിൻ നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആക്കാനും ഇത് നല്ലതാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. നമുക്കിത് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ, ഒരു നല്ല ജെല്ലി പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫോമാണിത്. ഇനിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും അളവിലാണ് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് നന്നായി ഇളക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതാ കുറച്ചൊരു ഫോം ആവുന്നൊരു പാകത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ആകെ കുറച്ച് പുറത്തുനിന്ന് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഫേസ് വാഷ് പോലെ തന്നെ നമ്മുടെ കയ്യിലിട്ട് നന്നായിട്ട് പതപ്പിച്ച് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിലുള്ള അഴുക്കും എണ്ണയും ഒക്കെ നീക്കം ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഗ്ലോയിങ് ആക്കും. തികച്ചും നാച്ചുറലായിട്ട് സ്കിന്നിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.